ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് വർക്കല സീരീസ് എപ്പിസോഡ് 2. ഞങ്ങൾ വർക്കല ബീച്ചിൽ നിന്ന് നെക്സ്റ്റ് ഡേ ജടായു എർത്ത് സെൻറ്ററിൽ പോയിരുന്നു. ജസ്റ്റ് 33 കിലോമീറ്റേഴ്സേ ഉള്ളൂ വർക്കല ബീച്ചിൽ നിന്ന്. സോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്. ഇതാണ് ജടായു എർത്ത് സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ്. പാർക്കിങ്ങിൽ നമ്മൾ 30 റുപ്പീസ് പേ ചെയ്യണം. അകത്ത് വിസിറ്റ് ചെയ്യാനും കേബിൾ കാറിനും പെർ പേഴ്സന് 555 റുപ്പീസ് ആവും. ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഫിസിക്കൽ ക്യാഷ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഞങ്ങൾ പഴയ ഒരു യൂട്യൂബ് ചാനൽ റെഫർ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് 2-3 ഇയേഴ്സ് ബിഫോർ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റാണ്. ഇപ്പോൾ കേബിൾ കാറിൽ പോകാനും നമ്മൾ പേ ചെയ്യണം, സ്റ്റെപ്പ് കയറി പോകാനും പേ ചെയ്യണം. ഇവിടെ 2 മോഡ് ഓഫ് വേ ഉണ്ട് നമുക്ക് ജടായുവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി. ഇപ്പോൾ കേബിൾ കാറിൽ ഒരു ഇതിൽ 6 പേഴ്സൺസിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജടായു എർത്ത് സെൻറ്റർ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇത് വന്ന് 70 ഫീറ്റ് ടോളും 200 ഫീറ്റ് ലോങ്ങും 150 ഫീറ്റ് വൈഡും ഇതിനുണ്ട്. പിന്നെ ജടായുവിൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാം, സോ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ ഹെലിപാഡ് ഫെസിലിറ്റീസ് ഉണ്ട്. എന്നീ ഫങ്ഷൻ വരുമ്പോൾ അത് വന്ന് യൂസ് ചെയ്യും അവർ. പിന്നെ ഇവിടെ വന്ന് 6D തിയേറ്ററൊക്കെ കൺസ്ട്രക്ഷൻസിലിരിക്കുകയായിരുന്നു. അത് കൺസ്ട്രക്ഷനിലിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വന്ന് നമ്മൾ അലൗഡ് അല്ല. ഇത് വന്ന് ജടായു സ്കൾപ്ചറിൻ്റെ അകത്താണ് ഈ കൺസ്ട്രക്ഷൻസ് വന്ന് അവർ നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ജടായു രാമൻ ട്രസ്റ്റ് ഉണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് നമുക്ക് പേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രമുണ്ട്, രാമൻ്റെ ക്ഷേത്രമുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന രാമൻ ഫുൾ ഗോൾഡിലാണ്. ഫോട്ടോഗ്രാഫ് അലൗഡ് അല്ല. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രാമൻ്റെ കാൽപാദമുണ്ട്. പണ്ടത്തെ കാലത്തെ ആൾക്കാരെ ഫീറ്റ് വന്ന് ഇപ്പോൾ ഉള്ളവരെയും കാട്ടി 3 മടങ്ങ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്.